ഇന്നലെ നവംബർ 1 വൈകുന്നേരം ഞാൻ എൻ്റെ വൈഫിന് കൂടെ ഒരു സിനിമയ്ക്ക് പോയി. ഈ അടുത്തിറങ്ങിയ ഒരു ഹൊറർ സിനിമയ്ക്ക് പോയി. പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡയസിറെ പ്രണമോഹൻ അഭിനയിച്ചിട്ടുള്ളതാണ്. സംവിധാനം ഇത് രാഹുൽ സദാശിവനാണ്. ബ്രഹ്മയുഗത്തിന് ശേഷം ആൾ കഥ തിരക്കുന്ന സംവിധാനം. ഇതിൻ്റെ കിട്ടില്ലൻ പടം എന്താണെന്ന് പറയില്ല. എനിക്ക് അതിൻ്റെ കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എന്തായാലും വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. പക്ഷേ എനിക്കൊരു വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി. ചെറുപ്പക്കാരായ പിള്ളേർ, ഒരു 10-25 വയസ്സുള്ള കുറച്ച് പിള്ളേർ എൻ്റെ തൊട്ട് മുന്നിൽ സീറ്റിൽ, നിങ്ങൾ ഏറ്റവും ബാക്കിൽ നിന്ന് രണ്ടാമത്തെ റോഡിൽ സീറ്റായിരുന്നു. എൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്ന കുറച്ച് പിള്ളേർ സിനിമ തുടങ്ങിയ സമയം തൊട്ട് തന്നെ മൊബൈലിൽ കളിക്കുന്ന, വാട്സപ്പ് തുറന്ന് യൂസ് ചെയ്യുന്നു, അവരെ വോയിസ് മെസ്സേജ് കേൾക്കുന്നത്. നമ്മൾ ആ ഒരു ഹൈ ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കാണ് ആ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത്രയും സൈലൻ്റ് ആയിട്ടിരുന്ന് കാണേണ്ട ഒരു പടമാണ് ഇത്. കാണാൻ പോകുന്നതോട് പറയുന്നത് അത്രയും സൈലൻ്റ് ആയിട്ടിരുന്ന് കാണുമ്പോൾ നമുക്ക് ആ തിയേറ്ററിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ആ മൊത്തം ഒരു വൈബ്, ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു സിനിമയിലേക്കൊരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻറ്റ് സീൻസ് വരുമ്പോൾ ഇവർ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുക, ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കരയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത്, അയ്യോ അമ്മയെ രക്ഷിക്കണേ, അമ്മച്ചി, അയ്യോ, എന്തതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലാവാത്ത ഒരാളുടെ തിയേറ്റർ എക്സ്പീരിയൻസ്, ഇത്രയും നല്ലൊരു സിനിമ കാണുന്നതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്താൻ എങ്ങനെ മനസ്സിലാവണം, എനിക്ക് എങ്ങനെ ഒരു അതിലേക്ക് എത്തുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ പക്ക എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പക്ക നമുക്ക് ആ ഒരു നമുക്കൊരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ. സിനിമയുടെ ആധികാരിക വശങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പണം കൊടുത്തിട്ടാണ് കാണുന്നത്, അവരും പണം കൊടുത്തിട്ടാണ് കാണുന്നത്. ഇതൊരു പ്രശ്നത്തിലേക്ക് ഇനിയും നീങ്ങും. അവസാനം സെക്കൻഡ് ഹാഫ് ആ ഒരു സമയമായപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മുമ്പിലിരിക്കുന്ന പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പേടിയുണ്ടോ? പിന്നെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടെന്ന് ചോദിച്ചു. ആരെ കാണിക്കാനാ? ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നല്ല സീൻസ് വരുമ്പോഴൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം പറഞ്ഞു. പിന്നെ നമ്മളത് ആ തലത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് വന്നിട്ടുള്ളതാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങൾ വരും. നമ്മൾ മാക്സിമം സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ ആ സിനിമ അത്രയും എൻഗേജിങ് ആയതുകൊണ്ട് ബാക്കി നമ്മൾ ഇഗ്നോർ ചെയ്തു, ഇവരുടെ ആക്ടിവിറ്റീസ് ഇഗ്നോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കഴിഞ്ഞു. അപ്പോൾ സാധാരണ സിനിമ കഴിഞ്ഞാലും ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ, ഈ സിനിമയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നു. ഫുൾ ടൈറ്റിൽ കാർഡ് കണ്ടു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ പിള്ളേർ ഇരിക്കുന്നുണ്ട് അവിടെ നോക്കിയപ്പോൾ അതിലൊരുത്തം കിടന്ന് ഉറങ്ങുക. ഇതിനിടയ്ക്ക് അവൻ കിടന്ന് ഉറങ്ങി. ഇനി പേടിച്ച് ഉറങ്ങണമെന്നില്ല. നമ്മുടെ ഒരാളുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്തിയിട്ട് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഈ നാട്ടിലെ ടാർട്ട് റോഡുകളുണ്ടല്ലോ, അൺഈവനായിട്ടുള്ള റോഡായിരിക്കും. ആ റോട്ടിൽ ഇവൻ്റെയൊക്കെ മുഖം പിടിച്ചെടുത്ത് ഓരോ അപ്പോൾ അവരൊരു സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ടാണ് പിന്നെ വരേണ്ടത് തിയേറ്ററിൽ. അങ്ങനത്തെ ആ ഒരു ദേഷ്യം ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും. ഇനി ആ സിനിമ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ദയവ് ചെയ്ത് സംസാരിക്കാനും വർത്താനം പറയാനും വെറുതെ തമാശയ്ക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് വരരുത്. അതിനുള്ള സിനിമകൾ വേറെ ഉണ്ട്. ഇത്തരം സിനിമകൾ സൈലൻ്റ് ആയിരുന്നു ആസ്വദിക്കുക. സിനിമ കഴിയുന്ന ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റുള്ളവരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഈ കളിക്കുന്ന മക്കളോടാണ് ഈ പറയുന്നത്. അപ്പോൾ ശരി.